Good morning, all of you. Welcome back to our SS class. Last class we have discussed the first portion of the French Revolution, that is the situation existed in the French society. That's a majority people led miserable life. On the other hand, a minority people led luxurious life. And also the structure of the French society. French society on that time was divided into three stratas. These stratas was known as what? Last class we have studied. This stratus was known as estates. First estate, second estate, and third estate. This was the structure of the French society. This was the structure of the French society. French society structure ഇങ്ങനെയായിരുന്നു. First, second, and third. And who belongs to these three estates? And we know that majority people led miserable life. And who belongs these three estates? In the first estate, clergy, and second estate, nobility. This is a minority people. അല്ലെങ്കിൽ വളരെ കുറഞ്ഞ എണ്ണം ആൾക്കാർ മാത്രമുള്ള ക്ലർജി, നൊബിലിറ്റി ഗ്രൂപ്പുകളായിരുന്നു, പീപ്പിളായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട പുരോഹിതന്മാരും അതുപോലെ പ്രഭുക്കളുമായിരുന്നു ഈ പറഞ്ഞ ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റിൽ. Then come to third estate. In the third estate, the middle class and farmers and craftsmen. Middle class, farmers and craftsmen were belongs to in the third estate on that time in France. That was the division of people into different estates. That is, in the first estate, clergy, second estate, noble people or nobility, then in the third estate, middle class, farmers and craftsmen. Middle class people, who includes in the middle class people? Middle class people includes traders, writers, lawyers, teachers, officials and bankers. This is a huge number of people included in the third estate. Number of people, അല്ലെങ്കിൽ large number of people included in the third estate. That was the structure of the French society at the time of French Revolution or in the 17th, 18th century CE. Clear? എന്താ നമ്മൾ പറഞ്ഞത്? ഫ്രഞ്ച് സൊസൈറ്റിയുടെ, ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ ഫ്രഞ്ച് സൊസൈറ്റിയുടെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫ്രഞ്ച് സൊസൈറ്റി ഡിവൈഡ് ഇൻ ടു ത്രീ സ്ട്രാറ്റാസ്. ദീസ് സ്ട്രാറ്റാസ് were known as എസ്റ്റേറ്റ്. 3 എസ്റ്റേറ്റുകളായി തരംതിരിച്ചിരുന്നു. ആ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ക്ലർജിയും രണ്ടാമത്തെ എസ്റ്റേറ്റിൽ നൊബിലിറ്റിയും താരതമ്യേന കമ്പയർഡ് ടു ദി തേർഡ് എസ്റ്റേറ്റ്, ദി നമ്പർ ഓഫ് പീപ്പിൾ ഇൻക്ലൂഡഡ് ഇൻ ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് ഈസ് വെരി സ്മോൾ ഇൻ സൈസ്. മനസ്സിലായില്ലേ? ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റിൽ വളരെ കുറഞ്ഞ എണ്ണം ആളുകളും മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വളരെ വലിയ നമ്പർ ഓഫ് പീപ്പിളുമായിരുന്നു ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഇതായിരുന്നു ഫ്രഞ്ച് സൊസൈറ്റിയുടെ സ്ട്രക്ചർ. ആ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? പ്രധാനമായിട്ടുണ്ടായിരുന്നത് മിഡിൽ ക്ലാസ്, ദെൻ ഫാർമേഴ്സ്, ദെൻ ക്രാഫ്റ്റ്സ്മെൻ, അല്ലേ? കർഷകരും ഈ പറഞ്ഞ കരകൗശല വിദ്യക്കാരും, മിഡിൽ ക്ലാസ്, മധ്യവർഗം. ആരൊക്കെ മധ്യവർഗക്കാർ? മധ്യവർഗം അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഇൻക്ലൂഡ്സ് ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ടീച്ചേഴ്സ്, ബാങ്കേഴ്സ് എക്സെട്ര. ദിസ് വാസ് ദി മിഡിൽ ക്ലാസ്. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റിലായിരുന്നു. ആ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആയിരിക്കും എന്ത്? ദീസ് പീപ്പിൾ ലെഡ് മിസറബിൾ ഓർ പാത്തറ്റിക് ഓർ എന്താ പറയുക, വളരെ ദയനീയമായ ഒരു അവസ്ഥയിൽ ജീവിതം തള്ളി നീക്കിയിരുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നു തേർഡ് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ദിസ് വാസ് ദി സ്ട്രക്ചർ. ആൻഡ് വാട്ട് വാസ് ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ത്രീ? ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദി ക്ലർജി ഓർ ദി ഫസ്റ്റ് എസ്റ്റേറ്റ്. ആൻഡ്
these first estate people, clergy people held vast land. അല്ലെങ്കിൽ രാജ്യത്തെ ഒട്ടുമിക്ക ഈ പറഞ്ഞ ഭൂമിയും ആരുടെ കൈവശമായിരുന്നു? ഈ പറയുന്ന ക്ലർജിയുടെ കൈവശമായിരുന്നു. ആൻഡ് ഓൾസോ ദേ കളക്റ്റഡ് എ ടാക്സ് ഫ്രം ദി ഫാർമേഴ്സ് നെയ്മഡ് തിദേ. ദേ കളക്റ്റഡ് ഓർ ദി ക്ലർജി കളക്റ്റഡ് എ പർട്ടിക്കുലർ ടാക്സ് ഫ്രം ദി ഫാർമേഴ്സ് നെയ്മഡ് തിദേ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് തിദേ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ടാക്സ് collected by this group or clergy or first estate from the farmers. അവിടെയാണ് വ്യത്യാസം വരുന്നത് അല്ലേ? ഫാർമേഴ്സ് എന്ന് പറയുന്ന മൂന്നാം എസ്റ്റേറ്റിലുള്ള വളരെ ദരിദ്രരായ ആ ആളുകളിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യണമായിരുന്നു? ഒരു തിദേ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ടാക്സ് ഈ ക്ലർജിക്ക് കൊടുക്കണമായിരുന്നു. ദേ കളക്ടർ ഓർ ദി ക്ലർജി കളക്റ്റഡ് ദി ടാക്സ് നെയ്മഡ് തിദേ ഫ്രം ദി ഫാർമേഴ്സ്. ആൻഡ് ഓൾസോ ദിസ് ക്ലർജി exempted from all the taxes. There were no taxes to the clergy people. അതാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത. എന്താണ്? ഇവർ കൊടുക്കണം ഫാർമേഴ്സ് അല്ലെങ്കിൽ തേർഡ് എസ്റ്റേറ്റുകാർ. പക്ഷേ ഈ ക്ലർജിക്ക് യാതൊരു തരത്തിലുള്ള ടാക്സും ഉണ്ടായിരുന്നില്ല. ആൻഡ് ദിസ് ക്ലർജി കൺട്രോൾഡ് ഹയർ പൊസിഷൻ ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി സർവീസസ്. ക്ലർജി പീപ്പിൾസ് ആണ് കൺട്രോൾ ചെയ്തിരുന്നത് എന്തൊക്കെയാണ്? ദി ഹയർ പൊസിഷൻസ് ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ദി മിലിറ്ററി സർവീസസ് അല്ലേ? മിലിറ്ററിയിലും അതുപോലെ ഭരണകാര്യങ്ങളിലുമുള്ള വലിയ വലിയ പോസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് ആരായിരുന്നു? ഈ ക്ലർജി ആയിരുന്നു. അല്ലെങ്കിൽ ഈ മൂന്ന് എസ്റ്റേറ്റ് ഫ്രഞ്ച് സൊസൈറ്റിയുടെ സ്ട്രക്ചർ, അതിൻ്റെ ഒപ്പം പിന്നെ കിങ്സിൻ്റെ ഭരണകൂടം, കിങ്സും ഫ്രഞ്ചിലുണ്ടായിരുന്നു. ആ കിങ്സിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ കിങ്സിൻ്റെ വളരെ വലിയ പൊസിഷനിലൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് ഈ ക്ലർജി ആയിരുന്നു. ഓർ ദിസ് ക്ലർജി കൺട്രോൾ ദി ഹയർ പൊസിഷൻസ് ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി സർവീസസ്. These were the main features of clergy or the first estate. Once again, what are the features of clergy or the first estate? These are the features. They held or the clergy held vast land and they collected a particular type of tax named tidé from the farmers, and they were exempted, or this clergy exempted from all types of taxes. And also one of the another feature of the clergy was they controlled the higher positions in the administrative and military services. These were the features of clergy. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം, വളരെ സമൂഹത്തിൽ ഒരു വലിയ ഉയർന്ന സ്ഥാനമുള്ള ഒരു വിഭാഗം ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ വിഭാഗമായിരുന്നു ഈ പറയുന്ന ക്ലർജി എന്ന് പറയുന്ന ഫസ്റ്റ് എസ്റ്റേറ്റ് അല്ലേ. ദെൻ നെക്സ്റ്റ് ദി സെക്കൻഡ് എസ്റ്റേറ്റ് നൊബിലിറ്റി. സെക്കൻഡ് എസ്റ്റേറ്റ് നൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്ലർജിയുടെ അതേപോലെ തന്നെ അല്ലെങ്കിൽ ഏകദേശം അതിന് തുല്യമായ ഒരു പദവിയുള്ള ഒരു ഗ്രൂപ്പ്, one of the group or structure or estate was the nobility or second estate. And what were the features of this nobility? And first of all, first one is they engaged in military services, or this nobility engaged in military services, and they collected various taxes from farmers, various taxes from farmers, and made farmers work without wages. This nobility made the farmers work without wages, and they, like the clergy, this nobility also exempted from all types of taxes. And this, like the clergy, these people or this second estate also led a luxurious life. And like the above, here the nobility also held vast land. This was the feature. These were the features of this next estate, that is nobility, second estate.
അപ്പോൾ ഈ രണ്ട് എസ്റ്റേറ്റ് നോക്കുമ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റുകൾ തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു തുല്യ പദവിയുള്ള രണ്ട് എസ്റ്റേറ്റുകളായിരുന്നു ഈ പറയുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റ്. അവർക്ക് വലിയ അധികാരങ്ങളുണ്ടായിരുന്നു. അവർക്ക് ധാരാളം ടാക്സുകൾ പലതരത്തിൽ ഈ പറഞ്ഞ തേർഡ് എസ്റ്റേറ്റിൽ നിന്ന് അവർ കളക്ട് ചെയ്തിരുന്നു. മാത്രമല്ല ദീസ് ടു ഗ്രൂപ്പ്സ് വർ എക്സെംപ്റ്റഡ് ഫ്രം ഓൾ ടൈപ്സ് ഓഫ് ടാക്സസ് അല്ലേ. അതേപോലെ ദീസ് ടു ഗ്രൂപ്പ്സ് ഓർ ടു എസ്റ്റേറ്റ്സ് ലെഡ് ലക്ഷൂറിയസ് ലൈഫ്, എക്സ്ട്രാവാഗന്റ് ലൈഫ് അല്ലേ. അതുപോലെ അവർക്ക് വാസ്റ്റ് ലാൻഡ് ഉണ്ടായിരുന്നു ഈ രണ്ട് ഗ്രൂപ്പിനും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഏകദേശം ഈ ആദ്യ രണ്ട് എസ്റ്റേറ്റുകൾ വളരെ ഉന്നത പൊസിഷനിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ മിലിറ്ററി പൊസിഷനൊക്കെ കൈകാര്യം ചെയ്തിരുന്ന രണ്ട് ഗ്രൂപ്പുകളായിരുന്നു ഈ പറയുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ്സ്. ഇൻ ഷോർട്ട്, ദീസ് ടു ഗ്രൂപ്പ്സ് ഓർ ദീസ് ടു എസ്റ്റേറ്റ്സ് എൻജോയ്ഡ് ഹയർ പൊസിഷൻസ് ഇൻ ദി ഫ്രഞ്ച് സൊസൈറ്റി ഓൺ ദാറ്റ് ടൈം. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഈ മൂന്ന് എസ്റ്റേറ്റിൽ ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകളും എണ്ണത്തിൽ കുറഞ്ഞ ആളുകളാണെങ്കിൽ, ഒന്നും രണ്ടും ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എസ്റ്റേറ്റിൽ വളരെ കുറഞ്ഞ എണ്ണം ആളുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ പോലും ദേ ലെഡ് ലക്ഷൂറിയസ് ലൈഫ്. ദേ കളക്റ്റഡ് ടാക്സസ് ഫ്രം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സസ് ഫ്രം ദി ഫാർമേഴ്സ് ഓർ ഫ്രം ദി തേർഡ് എസ്റ്റേറ്റ് ആൻഡ് ദേ ഹെൽഡ് വാസ്റ്റ് ലാൻഡ് ആൻഡ് സോ. ഏകദേശം രണ്ട് ഗ്രൂപ്പുകളും സെയിം ആയിരുന്നു, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഏകദേശം തുല്യമായിരുന്നു അല്ലേ. ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് നൊബിലിറ്റി വേർ ദേ എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസസ്, ദേ കളക്റ്റഡ് വേരിയസ് ടാക്സസ് ഫ്രം ദി ഫാർമേഴ്സ് ആൻഡ് ദേ ഫാർമേഴ്സ് വേർ മെയ്ഡ് ഫാർമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജ്. വൺ ഓഫ് ദി ഫീച്ചർ അല്ലേ നൊബിലിറ്റി ചെയ്തിരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഒരു സംഗതിയായിരുന്നു. അവർ ഈ നൊബിലിറ്റി ഫാർമേഴ്സിനെ കൊണ്ട് അവരുടെ ലാൻഡിൽ ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. എങ്ങനെ? വിത്തൗട്ട് വേജ് അല്ലേ, കൂലിയില്ലാതെ ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. മാത്രമല്ല ലൈക്ക് ദി എബവ് ഹിയർ ഓൾസോ ദി നൊബിലിറ്റി ഓൾസോ exempted from all types of taxes and they led luxurious life and they held, and the last one is they held vast land. These were the features of the first and the second estates. And the features of the third estate is entirely different from the first and second. The people included in the third estates were the middle class, farmers and handicrafts. These were the people. The number of people included in the third estates were very big in size. Large number of people included in the third estate. That's the middle class. Who were the middle class? The middle class including traders, lawyers, traders, lawyers, officials, teachers, bankers, etc. etc. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സമൂഹത്തിലെ വലിയ വിഭാഗം ആൾക്കാർ ഈ പറയുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞ രണ്ട് എസ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലർജിയും നൊബിലിറ്റിയും വളരെ ഈ അധികം എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്ന ഒരു എസ്റ്റേറ്റ് ആയിരുന്നു തേർഡ് എസ്റ്റേറ്റ്. ആൻഡ് വാട്ട് വർ ദി ഫീച്ചേഴ്സ് ഓഫ് ദിസ് തേർഡ് എസ്റ്റേറ്റ്? These are the features. These were the features. There were no role in the administration. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ one of the feature of the clergy also they control the higher positions in the administrative and military services, and the nobility engaged in the military services. On the other hand, in the case of third estate, there were no role in the administrative and military പൊസിഷൻസ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ കാര്യത്തിലും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ യാതൊരു പങ്കും ആർക്കുണ്ടായിരുന്നില്ല? തേർഡ് എസ്റ്റേറ്റിന് ഉണ്ടായിരുന്നില്ല. ആൻഡ് ദീസ് തേർഡ് എസ്റ്റേറ്റ് പെയ്ഡ് ലാൻഡ് ടാക്സ്, നെയ്മലി daily to the government. One of the tax we already studied that Tide was one of the tax collected by clergy from the farmers.
അതുകൂടാതെ ഈ പറയുന്ന ടെയിലി എന്ന് പറയുന്ന ഒരു ടാക്സ് ഈ ഫാർമേഴ്സ് ആർക്ക് കൊടുക്കണമായിരുന്നു? ഗവൺമെൻറ്റിന് കൊടുക്കണമായിരുന്നു. ആൻഡ് ദി അനദർ ഫീച്ചർ വാസ് ലോ സോഷ്യൽ സ്റ്റാറ്റസ് ഇൻ ദി സൊസൈറ്റി. അല്ലേ, സൊസൈറ്റിയിൽ യാതൊരു സോഷ്യൽ സ്റ്റാറ്റസും ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്? തേർഡ് എസ്റ്റേറ്റിന് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് പെയ്ഡ് ടാക്സസ് ടു ക്ലർജി ആൻഡ് നോബിൾസ്. അല്ലേ, ഗവൺമെൻറ്റിനും ക്ലർജിക്കും നോബിൾസിനും ആര് ടാക്സ് കൊടുക്കണമായിരുന്നു? ഈ തേർഡ് എസ്റ്റേറ്റുകാർ കൊടുക്കുമായിരുന്നു. ഓൺ ദി അതർ ഹാൻഡ് ഇവർക്ക് എന്തുണ്ടായിരുന്നില്ല? ഈ പറയുന്ന ഈ ഫ്രാൻസിലെ ഭൂമി കൈവശപ്പെടുത്തിയിരുന്നത് മൊത്തം ഈ പറഞ്ഞ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റുകൾ ആയിരുന്നു. അതേസമയം ഇതിൽ നിന്നൊക്കെ ജോലി ചെയ്ത് ഈ വലിയ ടാക്സ് കൊടുക്കണമായിരുന്നു. ആർക്കൊക്കെ കൊടുക്കണമായിരുന്നു? ടു ദി ഗവൺമെൻറ്, ടു ദി ക്ലർജി, ടു ദി നോബിൾസ്. ഇതായിരുന്നു ഒരു ഫ്രാൻസിലെ ആ കാലഘട്ടത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥിതിവിശേഷം. അല്ലെങ്കിൽ ഇതായിരുന്നു, ദിസ് വാസ് ദി സ്ട്രക്ചർ ഓഫ് ദി ഫ്രഞ്ച് സൊസൈറ്റി. വാട്ട് വാസ് ദി സ്ട്രക്ചർ? ദി ഫ്രഞ്ച് സൊസൈറ്റി divided into 3 stratas. These stratas was known as estate, first estate, second estate and third estate. First estate clergy, second estate nobles, third estate large number of people included in the third estate, that is the middle class, farmers, handicrafts. Middle class includes lawyers, traders, teachers, bankers, etc. And ഇതായിരുന്നു ഒരു ഫ്രഞ്ച് സൊസൈറ്റിയുടെ ആ കാലഘട്ടത്തിലെ ഒരു സ്ട്രക്ചർ. മാത്രമല്ല ഈ 3 എസ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഈ 3 എസ്റ്റേറ്റിനും. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഈ പറഞ്ഞ ഒന്നാമത്തെ എസ്റ്റേറ്റിലാണെങ്കിൽ അവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഏകദേശം തുല്യമായി അവർക്ക് ഈ പറയുന്ന വാസ്റ്റ് ലാൻഡ് അവർ ഹെൽഡ് ചെയ്തിരുന്നു. മാത്രമല്ല ദേ കളക്റ്റഡ് ടാക്സ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സസ് ഫ്രം ദി തേർഡ് എസ്റ്റേറ്റ് ആൻഡ് ദേ ലെഡ് ലക്ഷൂറിയസ് ലൈഫ് ആൻഡ് ദേ exempted all types of taxes. They enjoyed or they controlled the higher positions in the administrative and military services, the first and second estates. On the other hand, ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിന് യാതൊരുവിധ അവകാശങ്ങളും അധികാരങ്ങളും ഈ ഉണ്ടായിരുന്നില്ല. നോ റോൾ ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ, പെയ്ഡ് ലാൻഡ് ടാക്സ് ടു ദി ഗവൺമെൻറ് നെയ്മഡ് ടെയിലി ആൻഡ് ലോ സോഷ്യൽ സ്റ്റാറ്റസ്, പെയ്ഡ് ടാക്സസ് ടു ദി clergy and nobles. This was the structure. This structure led to the French Revolution. This structure was one of the cause for the French Revolution. അല്ലേ, ഇങ്ങനെയുള്ള ഒരു ഘടന ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഒരു കാരണമായിട്ട് മാറി. ആൻഡ് ടുഡേ നൗ we are wind up today's class and we'll meet next class. Thank you all.